السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم سوف نتحدث عن العدد والمعدود. وبعض الطالبات أو بعض الطلبة يسألون عن العدد والمعدود ولا يجيب أحد من المجموع. ഖുർആൻ പഠനത്തിലുള്ള പോഴിയിലെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നമ്മള് ഒരാള് കഴിഞ്ഞ പ്രാവശ്യം ഒരു ചോദ്യം ചോദിച്ചിരുന്നു, സംഖ്യകൾ മനസ്സിലായവര് എന്ന് പറഞ്ഞു തരണം. ആരെങ്കിലും ആ സ്റ്റുഡന്റിന് മറുപടി കൊടുത്തായിരുന്നു? ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത എടുക്കാൻ പോണ ഒരു ഭാഗത്ത് കണ്ടു, അപ്പൊ അത് പറഞ്ഞു കൊടുത്തു. അടുത്ത എടുക്കാൻ പോകുന്ന ഭാഗത്ത് 24ാമത്തെ പാഠത്തിൽ എത്രയോ കുറച്ചങ്ങ് പോയിട്ട് 20 ആയിരിക്കണം. അതെ തോന്നണം. അപ്പൊ അതിൽ സംശയം തീർന്നോന്ന് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാനത് നോക്കിയാ പഠിക്കാറ്. സംശയം ചോദിച്ച ആളുണ്ടോ? ഇല്ല. അത് തന്നെയാണ് പ്രശ്നം. അപ്പൊ നമ്മള് യഥാർത്ഥ പാഠത്തിലേക്ക് പോകണം. സംശയം ചോദിച്ച ആളുമില്ല. ആ ചോദിച്ച ആൾക്ക് മറുപടി കൊടുത്തു എന്നാണ് പറയുന്നത്. നമ്മൾ എവിടം വരെ എത്തിയായിരുന്നു പാഠം? പേജ് 70. رقم تمارين. صفحة رقم الدرس العاشر. صفحة رقم الصفحة رقم الصفحة page number. السابعون. لا 70. സോറി 70. 20 പോലെ 70 വരെ. തമാരീൻ ചിലരൊക്കെ എഴുതിയിട്ടവരൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അല്ല, ഉസ്താദ് പറഞ്ഞതല്ലേ എഴുതേണ്ടതായിരുന്നേ, ഇതല്ലല്ലോ. ചിലരൊക്കെ തമാരീനൊക്കെ എക്സസൈസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. لعله يرجع اليوم متأخرا. എന്താ അർത്ഥം? I am afraid that he will be late. يرجع اليوم متأخرا. He will come back late today. Will come back late. طيب. أجيب الأسئلة الآتية. لزيارة من ذهب زكريا؟ لزيارة حامد. لزيارة حامد. طيب.
അടുത്തത് മറ്റേ ദഹബ بعد صلاة الفجر الفجر بعد صلاة الفجر സ്വലാത്തിൽ ഫജ്രി. بعد صلاة الفجر. ذهب بعد صلاة الفجر. പൂർണ്ണമായ ഒരു സെന്റൻസ് പറയണം. الثالث أين يذهب حامد بعد صلاة الفجر؟ ذهب إلى السوق. യദ്ഹബു ഇല സൂഖി. يذهب إلى السوق بعد صلاة الفجر. يذهب حامد إلى السوق بعد صلاة الفجر. الرابع متى يرجع من السوق؟ യർജു ഫി സാഅത്തി സാബിയത്തി. يرجع في الساعة സാബിയത്തി. بعد എല്ലാ ദിവസവും ഒരേ സമയത്താണോ വരുന്നത്? وأحيانا في ساعة അഹ്യാന الثامنة. ഫി സാഅത്തി സാമിനത്തി. في الساعة. الساعة സമയം പറയുമ്പോഴത്തേക്ക് അൽ ചേർത്തില്ല പറയില്ല. الساعة الثامنة. طيب ماذا يفعل في البيت؟ يقرأ الصحف ويسمع الأخبار من الإذاعة. ويسمع الأخبار. يسمع الأخبار. الراء عندنا مفخمة. راء كانت تدام. طيب السادس متى يذهب إلى المصنع؟ യദ്ഹബു ഫി സാഅത്തി താസിയത്തി വന്നിസ്ഫി. يذهب إلى المصنع في الساعة 9:09. السابع كم عامل يعمل في مصنعه؟ يعمل فيه 105 يعمل فيه 125 عاملا. 125 عامل. عاملا ഏകവചനമാണ് തമ്മീസാക്കി പറയുന്നത്. الثامنة മുഹന്ദിസാനി എന്നും പറയണ്ടേ? രണ്ട് എഞ്ചിനീയേഴ്സും ഇല്ലേ? ആമിലാണ് ചോദിച്ചത് ഇവിടെ. ഓക്കെ. അടുത്ത ചോദ്യത്തിൽ മുഹന്ദിസിനെ ചോദിക്കുന്നത് കം മുഹന്ദിസൻ യഅമൽ ഫീ മസ്നഇഹി. يعمل فيه مهندسان. يعمل فيه مهندسان أو يعمل في مصنعه مهندسان. طيب تأمل الأمثلة الآتية. Read the example, the following example, and listen or read the following example carefully. الماضي والمضارع. അപ്പൊ ആരും എഴുതിയപ്പോഴത്തേക്ക് മാളി എന്ന് എഴുതിയപ്പോഴത്തേക്ക് ഈ യായിട്ടില്ല. അൽ മാളി എന്നാണ് യായിട്ടാണ്. അൽ ചേർത്താൽ യായിട്ടാണ് എഴുതിയത്. വൽ മുദാരിഉ റാക്ക് ശേഷം എന്തുണ്ട്? അയിനുണ്ട്. അൽ മാളി വൽ മുദാരിഉ അയിനാണ്. അൽ മാളി അൽ ചേർന്ന് വരുമ്പോൾ യായുണ്ട്. വൽ മുദാരിഇന് അയിനുണ്ട്. അയിനുണ്ട്. അയിന് അയിന് എഴുതിയിട്ടുള്ളതല്ല. ഓക്കെ. അൽ മാദി വൽ മുദാരിഉ. അപ്പോ അൽ അഫ്ആലു തുൻഖസമു ഇലാ ഖിസ്മൈൻ മുഹിമ്മൈൻ. പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാം. പേരുകളെ പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് അൽ മാദി, അൽ മുദാരി. മാദി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ടെൻസ്. മുദാരി മീൻസ് ഇംപെർഫെക്റ്റ് ടെൻസ്. പെർഫെക്റ്റ് ടെൻസിന് നമുക്ക് വേണമെങ്കിൽ പാസ്റ്റ് ടെൻസ് എന്ന് പറയാം. പക്ഷേ മുദാരിയാണ് നമുക്ക് പ്രസന്റ് ഓർ ഫ്യൂച്ചർ ടെൻസ്. അതുകൊണ്ട് മുദാരി എന്ന ടെക്നിക്കൽ വേർഡ് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം വൽ അഫ്ആലുൽ മുദാരി തുൻഖസമു ഇലാ ഖിസ്മൈൻ. ഫീലുൽ മുദാരിനെ എന്ത് ചെയ്യാം? വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അൽ ഹാലു വൽ മുസ്തഖ്ബിൽ. ഒന്ന് ഹാലാണ്, രണ്ട് മുസ്തഖ്ബിൽ. ഒന്ന് പ്രസന്റ് ആണ്, രണ്ട്
പ്രസന്റ് ഫ്യൂച്ചറാണ്. മുസ്തഖ്ബൽ. മുസ്തഖ്ബൽ. മുസ്തഖ്ബല. അതെ. മുസ്തഖ്ബിൽ. ഇസ്തഖ്ബല അഭിമുഖീകരിച്ചു, മുസ്തഖ്ബൽ ഫ്യൂച്ചർ. അപ്പോ മാവി എന്ത് പറഞ്ഞു? ദഹബ അലിയുൻ ഇലൽ മദ്രസത്തി അംസി. ഇന്നലത്തെ കാര്യം പറയുമ്പോൾ ദഹബ എന്ന് പറയണം. ദഹബ അലിയുൻ ഇലൽ മദ്രസത്തി അംസി. അലി ഇന്നലെ സ്കൂളിൽ പോയി. യദ്ഹബ അലിയുൻ ഇലൽ മദ്രസത്തി കുല്ല യൗമിൻ. എല്ലാ ദിവസവും. മുളാരിന്റെ ഒരു ഉപയോഗമാണ് ഹാബിച്വൽ ആക്ഷൻ പറയുക എന്ന്. ഹാബിച്വൽ ആക്ഷൻ പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു തുങ്കസമില ക്രിസ്മാനി, ഒന്ന് ഹാലാണ്, വന്ന് മുസ്തഖ്ബിലാണെന്ന് പറഞ്ഞു. അത് കൂടാതെ ഫിഅലുൽ മുളാരിന്റെ ഒരു പ്രയോഗമാണ് അല്ലെങ്കിൽ ഒരു ഉപയോഗമാണെന്ത്? ഹാബിച്വൽ ആക്ഷൻ പറയുക. പതിവായി ചെയ്യുന്ന കാര്യം പറയുന്നത് മുളാരിയായ ഫീൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ യദ്ഹബു അലിയുൻ ഫിൽ മദ്രസത്തി കുല്ല യൗമിൻ. അപ്പൊ കുല്ല യൗം ചെയ്യുന്നത് എന്തുപയോഗിച്ചാ പറയേണ്ടത്? അപൂർണക്രിയ ഉപയോഗിച്ചിട്ടാണ് പറയേണ്ടത്, മുളാരി ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. യദ്ഹബു അലിയുൻ ഫിൽ മദ്രസത്തി കുല്ല യൗമിൻ. അലി എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു. ഹാബിച്വൽ ആക്ഷൻ. الثاني قرأ إسماعيل القرآن. ഇസ്മായിൽ ഖുർആൻ പാരായണം ചെയ്തു. പാസ്റ്റ് ഓർ പെർഫെക്റ്റ് ടെൻസ്. يقرأ إسماعيل القرآن بعد صلاة الفجر كل يوم. ഫജ്ർ നമസ്കാരത്തിന് ശേഷം എല്ലാ ദിവസവും ഇസ്മായിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു. അപ്പൊ എന്താണ്? അതും പതിവായ കാര്യം പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. الثالث غسل الرجل سيارته. غسل الرجل سيارته. ആ മനുഷ്യൻ അവന്റെ കാർ കഴുകി. കഴുകി. പുരുഷൻ എന്ന് പറയാം, അദ്ദേഹം അല്ലെങ്കിൽ ആ ആൾ എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയുമ്പോൾ പറയാം. കാർ കഴുകി. യഗ്സിലു റജുലു സയ്യാറതഹു കുല്ല ഉസ്ബുഇൻ. എല്ലാ ആഴ്ചയും. എല്ലാ ആഴ്ചയും തന്റെ കാറ് കഴുകും. അപ്പൊ ഇവിടെ മുളാരി ഉപയോഗിച്ച് എന്തിനാണ്? പതിവായി ചെയ്യുന്ന കാര്യം പറയുന്നതിന് വേണ്ടിയാണ്. الرابع التمرين الرابع تأمل الأمثلة واكتب مضارع الأفعال الآتية. كتب يكتب، جلس يجلس، ذهب يذهب، سمع يسمع. അപ്പൊ ഇവിടെ എന്തുണ്ട്? 3 കിസ്മായിട്ട് തിരിച്ചിട്ടുണ്ട്. 3 കിസ്മായി തിരിച്ചിട്ടുണ്ട്. കിസ്മ് ഭാഗങ്ങൾ, കിസ്മ ഭാഗം. അപ്പോ അൽ-അവ്വൽ കതബ യക്തുബു. ദർസ്ന ഫി ഫഹ്മിൽ ഖുർആൻ. ഖുർആൻ പഠനത്തിന് എളുപ്പത്തിൽ എന്താ പഠിച്ചത്? അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ എന്താ പഠിച്ചത്? നസറ യൻസുറു ബാബ് എന്ന് പഠിച്ചു. കതബ യക്തുബുന് എന്താ പഠിച്ചത് നമ്മള്? നസറ യൻസുറു പഠിച്ചു. ജലസ യജ്ലിസിൽ എന്താ പഠിച്ചത്? ضرب يضرب. ضرب يضرب. ذهب يذهب എന്ത് പഠിച്ചു? فتح يفتح. فتح يفتح. سمع يسمع എന്ത് പഠിച്ചു? അത് തന്നെ. ഓക്കെ. അപ്പോ ഖിസ്മുൽ അവ്വൽ, അൽ ഖിസ്മുൽ അവ്വൽ ഒരാൾ വേഗത്തിൽ ഒന്ന് വായിച്ച്. ദഖല വേഗം പറയും. ഒരാൾ വേഗം വായിക്കും. دخل يدخل، خرج يخرج، سجد يسجد، أكل يأكل، قتل يقتل. ما شاء الله. الثاني القسم الثاني അടുത്ത ആൾ വായിക്കും. വേഗം വായിക്കും. ഷേഖ് അബൂബക്കർ. غسل يغسل، رجع يرجع، نسل ينسل. ഇത്ര കാണുന്നുള്ളോ? കസറ ഇപ്പുറത്താണ്. കസറ യക്സുറു. യക്സിറു എല്ലാം ജലസ യജ്ലിസ് പോലെയാണ്. ضرب يضرب. يضرب. القسم الثالث അടുത്ത ആൾ വായിക്കും. നാഫി അഹദ് ഒരാളുണ്ട്. ഏതാണ്? സഅല യസ്അലു, ഫതഹ യഫ്തഹു. അല്ലല്ല, ദഹബ യദ്ഹബു.
ركع വായിക്കേ അല്ലെങ്കിൽ ഒരാൾ വായിക്കേ ركع يركع رفع ഓക്കെ വായിക്കൂ يرفع فعل ഇറക്കോ അല്ല യാ ഷേഖ് ദഹബ യദ്ഹബു പോലെ വേഗം വായിക്കാനാണ് പറഞ്ഞത് ذهب يذهب ركع يركع رفع يرفع فعل يفعل سأل അത്രയല്ലേ? അല്ലെ سأل يسأل فتح يفتح. നിങ്ങളുടെ പുസ്തകത്തിൽ അടുത്ത പേജിലാണ് ഉള്ളത് അതെ അടുത്ത പേജിലാണ്. അതൊരു സംശയം. ഓക്കെ ഓക്കെ അടുത്തയാള് സമീ യസ്മ പോലെ വേഗം വായിക്കും فهم فهم يفهم لعب يلعب حفظ يحفظ شرب يشرب ركب يركب. ഓക്കെ ഇത് വേഗത്തിൽ വായിച്ച് പഠിക്കുക എങ്കിലേ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്നും അടുത്ത ഫോം വരുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്താ, ഈ ക്രിയകൾ പറയുമ്പോൾ എപ്പോഴും അതിന്റെ മാവിയും മുതാരിയും ഒരുമിച്ചാണ് പറയേണ്ടത്. നമ്മളിപ്പോ ഒരാൾക്ക് ഒരു വാക്ക് പറഞ്ഞു കൊടുത്താൽ ഉടനെ തന്നെ എന്ത് ചെയ്യേണ്ടത്, അതിന് മാവിയും മുതാരിയും കൂടെ ഒരുമിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണം ഇവിടെ നോക്കുക, ഈ കിസ്മ 4 ഞാൻ വായിക്കാൻ പോവാണ്. ദഖല യദ്ഖുലു ഖറജ, അല്ലെങ്കിൽ അതിന്റെ ടൈറ്റിൽ പോലെ വായിക്കും. كتب يكتب دخل يدخل خرج يخرج سجد يسجد أكل يأكل قتل يقتل. അടുത്തത് ജലസ യജ്ലിസു ഗസല യഗ്സിലു റജഅ യർജഉ നസല യൻസിലു കസറ യക്സിറു ضرب يضرب. القسم الثالث ذهب يذهب ركع يركع رفع يرفع فعل يفعل سأل يسأل فتح يفتح. القسم الرابع سمع يسمع فهم يفهم لعب يلعب حفظ يحفظ شرب يشرب ركب يركب. ഈ വാക്ക് വന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതേ വരുള്ളൂ. ഓക്കെ, റെഡിയാണോ? ചോദിക്കട്ടെ. Okay. സജദ يسجد يسجد ഫഅല يفعل യഫ്അലു ശരിബ يشرب യശ്റബു ഖതല يقتل يقتل ഫഹിമ يفهم നസല. يسأل ينزل. ما شاء الله. أكمل الجملة الآتية. أكمل الجمل الآتية بوضع فعل مضارع مناسب في الفراغ. أكمل complete. أكمل يكمل وأكمل اليوم أكملت لكم. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു വന്നിരിക്കുന്നു. അക്മൽതു അക്മല പൂർത്തീകരിച്ചു. അക്മിൽ നീ പൂർത്തീകരിക്കൂ. അൽ ജുമല ജുംലത്തിന്റെ ബഹുവചനമാണ് അൽ ജുമൽ. അൽ ആത്തിയ വരുന്ന, അത്ത വന്നു, ആത്യത്തിൻ വരുന്നവൾ. ജുമൽ സ്ത്രീ ബഹുവചനമായതുകൊണ്ടാണ് അതിനെ സ്ത്രീലിംഗം കൊണ്ട് കാര്യം പറഞ്ഞത്. അൽ ജുമൽ അൽ ആത്യത്ത്, അൽ ജുമലിന്റെ വിശേഷണമാണ് അൽ ആത്യത്ത്. അൽ ജുമലിന് ഫതഹാണ് അവസാനം, ആത്യത്തിന് അവസാനം ഫതഹാണ്. അൽ ജുമൽ അൽ ആത്യത്ത ബി വദഇ വെച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ബി വദഇ ഫിഅലിൻ, ബി വദഇ ഫിഅലിൻ ഒരു ക്രിയ വെച്ചുകൊണ്ട്. മുദാരിഇൻ അപൂർണമായ. മുനാസിബിൻ മാച്ചിങ് ഓർ സ്യൂട്ടബിൾ. ഫിൽ ഫറാഗ് ഇൻ ദ ബ്ലാങ്ക്. ഫറഗ വിരമിച്ചു. ഇലാ റബ്ബിക അല്ല, ഇലാ ഫറഗത ഫൻസബ്. വിരമിച്ചു. ഫറഗ വിരമിച്ചു എന്ന് പറഞ്ഞാൽ ഒഴിവായി. ഇലാ ഫറഗത ഫൻസബ്. ഈ ഒഴിവായാൽ അടുത്തയിലേക്ക് വ്യാപൃതം എൻഗേജ് ആവുക. ലെഷർ ടൈം ഉണ്ടാക്കാൻ പാടില്ല വിശ്വാസിക്ക്. എപ്പോഴും പറയും എൻജോയ് ചെയ്യാണ്, ഫ്രീ ടൈം ആണെന്ന് പറയും. ഫ്രീ ടൈം ഉണ്ടാകാൻ പാടില്ല. ഫ്രീ ആക്കിയാൽ അടുത്ത കാര്യത്തിൽ ഇൻവോൾവ് ആകും. അല്ലവൽ അബി ഇല സൂഖി കുല്ല യൗമിൻ. കുല്ല യൗം വന്നാൽ എന്ത് വേണം? كل صبح കുല്ല സബാഹിൻ. കുല്ല يذهب يذهب വന്നാൽ കുല്ല് വന്നാൽ അപൂർണ ക്രിയ വേണം. ഇവിടെ എന്തായാലും ബിവദഇ മുദാരി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അപൂർണ ക്രിയ. الثاني متى متى رجع أبوك من المصنع. رجع؟ هل هي مضارع؟ هل رجع متى من فعل المضارع؟ متى يرجع അല്ലെങ്കിൽ متى يذهب പറയാലോ. متى يذهب أبوك من يذهب من يذهبിന്റെ കൂടെ മിൻ ഉപയോഗിക്കാൻ പറ്റും. യദ്ഹബുവിന്റെ കൂടെ മിൻ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. യദ്ഹബുവിന്റെ കൂടെ ജില്ലാവാണ് ഉപയോഗിക്കേണ്ടത്. പോയി, അതെ, ഇല വരുള്ളൂ. അതെ, മിൻ വരുമ്പോ എന്ത് ചെയ്യണം? يرجع. الثالث أحمد القهوة ويوسف الشاي. يشرب أحمد القهوة
വയശ്രബ് യൂസുഫ് ഷായ. ആ രണ്ടുപേരും പാനീയമായിട്ട് കുടിക്കുകയായിരിക്കും ചെയ്തത്. الرابع أخي യഖ്റഉ അസ്സുഹ്ഫു الصحف വയസ്മഉ എന്നാണ് الصحف എന്നാണ് പറയേണ്ടത്. സുഹ്ഫ الصحف يسمع الأخبار وأخبار من الإذاعة كل صباح. الخامس يكتب يكتب المدرس على السبورة على السبورة. سبورة. السادس يغسل هشام وجهه بالصابون. وجهه بالصابون. بالصابون. السابع المدير من المدرسة في الساعة الثانية. يرجع المدير من المدرسة في الساعة الثانية. മനസ്സിലായില്ല എന്തുകൊണ്ടാണ് മീൻ വന്നതുകൊണ്ട് 2 മണിക്ക് പോകുന്നത്? 2 മണിക്ക് പോകുന്ന ഹെഡ് മാസ്റ്റർ അല്ലേ? അല്ല മുദീർ മുദീർ മദ്രസത്തിൽ 2 മണിക്ക് ഹെഡ് മാസ്റ്റർ പോകും. പിന്നെ എന്താ ചെയ്യും? അടുത്തെന്തായിരിക്കും? സ്കൂൾ അടച്ച് എല്ലാവരും പോകും. 2 മണിക്ക് തീർന്ന സംഭവം. നോറ നമസ്കരിച്ച് എല്ലാവരും പിരിഞ്ഞു പോവുക. രാവിലെ 6 മണിക്ക് വരും. നമ്മളെപ്പോലെ സുബഹിക്ക് കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞിട്ട് 9 മണിക്ക് 10 മണിക്കല്ല. 10 മണി ക്രിയേറ്റ് ചെയ്യാനുള്ള സമയം മുഴുവൻ കഴിഞ്ഞു. ഉള്ള മുഖ്യമായ പണി സുബഹി കഴിഞ്ഞാൽ പണിയെടുക്കാൻ തുടങ്ങണം. എപ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്നത് അതാണ് പ്രകൃതിയുടെ ക്ലോക്ക്. എപ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നത് അപ്പോഴാണ് പണി തുടങ്ങേണ്ടത്. എവിടെ ആയാലും എപ്പോഴാണ് സൂര്യൻ അസ്തമിക്കേണ്ടത് അപ്പോഴേ ഷട്ട് ഡൗൺ ചെയ്യാം. തീർന്നു. അതിന് മുമ്പേ ഇവർ 2 മണിക്ക് തോറ നമസ്കരിച്ചിട്ട് വീട്ടിൽ പോകും. അവർ ബ്രേക്ക്ഫാസ്റ്റ് ആണ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കൊണ്ടുവരും. 10 മണിക്കോ അല്ലെ സമയം കൊടുക്കും ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പഠിക്കും. ലോറ നമസ്കരിച്ചിട്ട് പിരിഞ്ഞു പോകും. ചിലപ്പോൾ ലോറ നമസ്കരിച്ചിട്ട് 1 പീരീഡൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ 11:30-11:30 ലോഹർ വരും. യക്രമായലി അസാദിസ് ആർക്കെങ്കിലും ഇതിൽ ഉള്ള ആർക്കെങ്കിലും കൗണ്ടിങ്ങിൽ ഡൗട്ട് ഉണ്ടാവും? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. പാഠം 19-20 പഴയ ബുക്കില്, അതായത് പാർട്ട് 1 സെമസ്റ്റർ 1 പാഠം 19-20 അതില് വന്നിട്ടുണ്ട്. അത് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. പാഠം 19-20 നോക്ക്. ആർക്കെങ്കിലും സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റുന്നു. പക്ഷെ ഞാൻ സമയം വേസ്റ്റ് ആകുന്ന പോകുന്നില്ല. അത് വിചാരിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പൊ ചോദ്യാർത്ഥം എന്തായാലും ഇല്ല. ഞാനാ ചോദിച്ചത്. ഇവിടെ പോയിരുന്നു ലേറ്റായ എന്താ? ലേറ്റ് ആയതൊന്നുമല്ല, ഇവിടെ ഉണ്ടായിരുന്നു. മോളുണ്ട് അടുത്ത്. ശബ്ദം ആകെ ഡിസ്റ്റർബ് ആവണ്ട വിചാരിച്ച് മ്യൂട്ട് അടിച്ച് വെച്ചത്. എന്തായാലും ഞാൻ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കേട്ടാണ് കൗണ്ടിങ് പറയാൻ പോവാണെന്ന്. ചോദ്യം ചോദിച്ചത് കൗണ്ടിങ് സംശയമുള്ളായിരുന്നു. ശരി, ഒരാൾ വായിക്കുന്നത് വേഗത്തില്. വാഹിദുൻ വൈശ്രൂന താലിബൻ, ഇസ്നാനി വൈശ്രൂന താലിബൻ, സലാസത്തു വൈശ്രൂന താലിബൻ, അർബഅത്തു വൈശ്രൂന താലിബൻ, ഖംസത്തു വൈശ്രൂന താലിബൻ, സിത്തത്തുൻ വൈശ്രൂന താലിബൻ, സബഅത്തും വൈശ്രൂന താലിബൻ, തമാനിയത്തും വൈശ്രൂന താലിബൻ, തിസ്അത്തും വൈശ്രൂന താലിബൻ, സലാസൂന താലിബൻ. ആദ്യം പറഞ്ഞതിൽ വാഹിദുൻ വഇശ്റൂന താലിബൻ എന്ന് പുല്ലിംഗം പറയാൻ കാരണം എന്താ? എല്ലാം സെയിം ആയിട്ടാണ് വരുന്നത്. വാഹിദുൻ താലിബൻ രണ്ടെണ്ണത്തിനും. അതെന്താണ്? ഇശ്റൂനയിൽ ഈ മാറ്റമൊന്നുമില്ല. ഇശ്റൂന പെണ്ണായാലും ആണായാലും ഇശ്റൂന തന്നെയാണ്, ഒരേപോലെ തന്നെ. അപ്പൊ താലിബ് ആണായതുകൊണ്ട് വാഹിദുൻ എന്ന മാച്ചിങ് ആയിട്ടുള്ള മസ്കുലിനാണ് ഉപയോഗിക്കുക. താലിബ് രണ്ടാമത്തത് താലിബ് ആണായതുകൊണ്ട് ഇസ്നാനി എന്ന മസ്കുലിനാണ് ഉപയോഗിക്കുക. ഈ രണ്ടിലും ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല. അതായത് അവിടെ 2 സ്ഥലത്തും എന്താണ്, ഇവിടെ ഇപ്പം തമീസായിട്ടാണ് വരിക. എന്തായിരുന്നു സ്യൂട്ടബിൾ, എന്താ പറയുക, മാച്ചിങ് ആയിട്ടുള്ള സെയിം ജെൻഡർ ആണ് ഉപയോഗിക്കുക. വാഹിദൻ വിശേഷണമായിട്ടാവും.
വിശേഷണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വിശേഷണം പോലെയാണ്. പക്ഷേ തംയീസ് ത്വാലിബൻ എന്ന് പറയുമ്പോൾ എന്താണ്? തംയീസ് ആയിട്ടാണ് നസ്ബ് ചെയ്യപ്പെട്ടു വരുന്നത്. എണ്ണം, അളവ്, തൂക്കത്തിലൊക്കെ തംയീസ് ഉപയോഗിക്കും. പിന്നീട് വരും നമുക്ക് തംയീസ് എന്താണ്. പേര് പറയുമ്പോഴാണ് നമുക്ക് എന്താണ്, പേര് പറയുമ്പോൾ നമുക്ക് ഒരു അസഹ്യത തോന്നും. പേരിലൊന്നുമില്ല, പക്ഷെ എന്താണ് താലിബൻ എന്നാണ്. വാഹിദ് വിശേഷണമാകുമ്പോഴത്തേക്ക് സെയിം ഇതല്ലേ വരേണ്ടത്, സെയിം അറാബാണ് വരേണ്ടത്, സെയിം എന്താ പറയാ അടയാളങ്ങളാണ്. ജെൻഡർ മാത്രമേ വിശേഷണമല്ല, പക്ഷെ എണ്ണം പറയുന്നതിന് ഒരു ഘടനയുണ്ട്. അതനുസരിച്ച് ഇവിടെ നമ്മൾ നോക്കേണ്ടത് മസ്കുലിനാണെങ്കിൽ വാഹിദ് ഇസ്നാനി, മസ്കുലിനാണെങ്കിൽ അത് മാച്ചിങ് ജെൻഡർ ആയിരിക്കണം, സെയിം ജെൻഡർ ആയിരിക്കും. ഇനി സലാസത്തുൻ വഇശ്റൂന താലിബൻ, അപ്പൊ എന്താണ്? താലിബ് ആണായതുകൊണ്ട് ഓപ്പോസിറ്റ് ജെൻഡറിലാണ് സലാസത്ത് മുതൽ തിസ്അത്ത് വരെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സലാസത്തും വൈശ്രൂന താലിബൻ, അർബഅത്തും വൈശ്രൂന താലിബൻ, ഖംസത്തും വൈശ്രൂന താലിബൻ, സിത്തത്തും വൈശ്രൂന താലിബൻ, സബഅത്തും വൈശ്രൂന താലിബൻ, طالبا ثمانية وعشرون طالبا 29 طالبا 30 طالبا. طيب اقرأ ما يلي ثم اكتبه مع كتابة الأرقام الواردة فيه بالحروف. വാരിദത്ത് വന്നിട്ടുള്ള വന്നു. ഫലമ്മ വറദ മാ മദീന, മൂസാ നബി അലൈഹി സ്വലാം സൂറത്തുൽ ഖസൽ പറഞ്ഞതാണ്. ഫലമ്മ വറദ മാ മദീന, മദീനയുടെ വെള്ളം ജലസംഭരണിയുടെ അടുക്കൽ അദ്ദേഹം എത്തിയപ്പോൾ, വന്നപ്പോൾ. വറദ അതാണ് ഇവിടെ അർക്കാമുൽ വാരിദ, വന്നിട്ടുള്ളതായ അർക്കാമ്. റക്കമിന്റെ ബഹുജനമാണ് അർക്കാം. യക്രമയലി, റീഡ് ദ ഫോളോയിങ്. അപ്പൊ അതിലെ എക്സാമ്പിൾ ഉണ്ട് കുറച്ച്. റീഡ് ദ ഫോളോയിങ്, ഇത് വായിക്കുക. വായിച്ചിട്ട് എന്ത് ചെയ്യണം? സുമക്തുബഹു മായ കിതാബത്തിലൊക്കെ പിന്നെ എഴുതി വായിച്ചിട്ട് എന്ത് ചെയ്യണം? അങ്ങനെ എഴുതണം. തുബഹു മായ കിതാബത്തിൽ അർക്കാമുൽ വാരിദത്തി ഫീഹി ബിൽ ഹുറൂഫ്, ഹർഫിൽ എഴുതണം. ഇപ്പൊ ഇവിടെ ഒന്നാമത്തിൽ എന്താണ്? യൗമാണ്. യൗം എന്ത് ജെൻഡറാണ്? മാസ്കുലിൻ ജെൻഡറാണ്, മുദക്കർ. മുദക്കർ. അപ്പൊ എന്ത് ചെയ്യണം? ഫി ഷഹരി അല്ല തിസ്അത്തൻ വഇശ്റൂന, തിസ്അത്തുൻ വഇശ്റൂന ഔ സലാസൂന യൗമൻ. സലാസൂന യൗമൻ. ഇവിടെ വാഹിദ് മസലാസൂന ഇല്ല കേട്ടോ. ഇവിടെ ഹിജ്രിയാണ്, ഹിജ്രിയാണ്, ഹിജ്റ മാസം. അതുകൊണ്ടാണ് ഫി ഷഹരി തിസ്അത്തുൻ വഇശ്റൂന ഔ സലാസൂന യൗമൻ, മാസത്തിൽ 1 29 അല്ലെങ്കിൽ 30. ഫെബ്രുവരി പോലെ. ഫി ഹാദിഹിൽ ഹാഫിലത്തി, റാക്കിബ് എന്താണ്? മസ്കുലിനോ? എന്താണ് റാക്കിബ് മുഅന്നസ് ആണോ മാസ്കിൻ ജെൻഡർ? മുദക്കറാണ്. അപ്പൊ എന്ത് പറയണം? ഖംസത്തും ഇശ്റൂന. ഖംസത്തും വഇശ്റൂന റാക്കിബൻ. പാസഞ്ചറോ? റാക്കിബ് എന്ന് പറഞ്ഞാൽ പാസഞ്ചർ, അല്ലെങ്കിൽ റാക്കിബ് എന്ന് പറഞ്ഞാൽ റക്കീബ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. റക്കീബ അവര് കപ്പലിൽ കയറിയപ്പോൾ, വാഹനത്തിൽ കയറുന്നതാണ് റക്കീബ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. വാഹനത്തിൽ കയറിയ ആൾക്കാണ് റാക്കിബ് എന്ന് പറയുന്നത്. റക്കീബ കയറി, റാക്കിബ് വാഹനത്തിൽ കയറി, റാക്കിബ് അതിന്റെ ഇസ്മുൽ ഫാഇൽ. അപ്പൊ അതിനാണ് പാസഞ്ചർ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. ഹാഫിലത്തി ബസ്സിൽ 25 റാക്കിബൻ. അപ്പോ എന്ത് ചെയ്തു? റാക്കിബ് മുദക്കർ ആയതുകൊണ്ട് 50 ഉപയോഗിക്കും. അസാലിസ് ഇവിടെ എന്താണ്? എന്തിനാണ് എണ്ണുന്നത്? താലിബിനെയാണ് എണ്ണുന്നത്. താലിബ് മുദക്കറാണ്. അപ്പൊ എന്ത് ചെയ്യണം? ജാ അൽ യൗമ അസ്സാനി ഇശ്റൂന, അസ്സാനിയത്തും വഇശ്റൂന താലിബൻ. സാനിയത്തല്ല, ഇസ്നാനി. നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ? ഇസ്നാനി വഇശ്റൂന താലിബൻ.
ഇസ്നാനി വശറൂന. അപ്പോ ജാഅ അൽ-യൗമ ഇസ്നാനി വശറൂന ത്വാലിബൻ ജദീദൻ. 22 വൈസ്രൂൻ വേണ്ടേ? വൈസ്രൂൻ വേണ്ടേ? ഇസ്നാനി വഇശ്റൂന വഇശ്റൂന ഇസ്നാനി വഇശ്റൂന طالبا جديدا. جديدا. الرابع في هذا الكتاب في هذا الكتاب 21 درس 21 درسا. എന്തുകൊണ്ട് വാഹിദത്തിൽ എന്ന് പറഞ്ഞില്ല? ദർസൻ മസ്ജിദ് ദർസ്. അപ്പൊ ഇവിടെ വാഹിദും ഇസ്നാനിയും സെയിം ജെൻഡർ ആയിരിക്കും. Same ദർസ് gender. മുസക്കർ ആയതുകൊണ്ട് വാഹിദ് എന്ന്. الخامس هذا الملعب طوله طول എന്താണ്? طول നീളമുള്ള ലെങ്ത്. അതിന്റെ طول നീളം. ലെങ്ത്. ഹൈറ്റ് എന്ന് പറയാം ചിലപ്പോൾ. എന്ത് സാറേ? ലെങ്ത് ഓർ ഹൈറ്റ്. ആ طوله هذا الملعب طوله متر. എന്ത് ചെയ്യണം? 28 28 مترا. അതിന്റെ ലെങ്ത് 28 മീറ്റേഴ്സ് ആണ്. അർബുഹു. അർബ് എന്താണ്? 24 വിഡ്ത്ത്. അർബ് വിഡ്ത്ത്. അർബാത്തും വൈസ്രൂന മിത്ര. അർബ് ഖുർആൻ വായിച്ചിട്ടുണ്ടോ? അറുപത്. ഇല്ല ഇല്ല, ഭൂമിയുടെ വീതി അല്ല അതോ അത് അറുളാണ്. ഭൂമി. അർബ് ഹംസത്താൽ ഭൂമി. അർബ് എന്ന് ഖുർആനിലുണ്ട്. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ أرضها അർളുഹ സമാവാതു വൽ അർദ്. ആകാശ ഭൂമിയോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ കുതിച്ചു പായൂ. അത് കേട്ടിട്ട് നിങ്ങൾ അർളൊക്കെ മറന്നുപോയാല്. ആകാശ ഭൂമിയോളം വീതിയുള്ള അർബ്. അപ്പൊ എത്ര മിത്രാണ്? 24 24. റാ എല്ലാം കനപ്പിച്ചു വിടണം കേട്ടോ. كم കിലോമീറ്റർ? മസാഫത്തു. മസാഫത്ത് എന്താ? മസാഫത്ത് ദൂരം. വഴി ദൂരം കേട്ടോ. മസാഫത്ത് ട്രാവലിംഗ്, എന്താ പറയാ, യാത്രാ ദൈർഘ്യം. അതിനാണ് മസാഫത്ത്. distance ഡിസ്റ്റൻസ്. യെസ്. ബൈനൽ മദീനത്തി വൽ മത്താർ. മത്താറ് എയർപോർട്ട്. മത്താർ എയർപോർട്ട്. താറ പറന്നു. മത്താർ പറക്കുന്ന സ്ഥലം. അതാണ് അറബിയുടെ പ്രത്യേകത. അറബിക്ക് പുതിയ വാക്കൊന്നും വേണ്ട. പഴയ വാക്ക് വെച്ച് തന്നെ പുതിയ വാക്കുകൾ പറയും. മത്താർ. ബൈനൽ മദീനത്തി വൽ മത്താർ. മദീനയുടെയും മത്താറിന്റെയും എയർപോർട്ടിന്റെയും ഇടയിലുള്ള ദൂരം എത്രയാണ്? അൽ മസാഫത്തു ബൈനഹുമ. അപ്പൊ തമ്മിലുള്ള ദൈർഘ്യം, തമ്മിലുള്ള 23 അകലം. തൊയർ എന്ന് പറയുന്നത് അങ്ങനെ നന്നായിരിക്കും അല്ലേ? പക്ഷി. തൊയറുൻ പക്ഷി എന്നുള്ളത്. തൊയറിൻ പറന്ന് നടക്കുന്ന ജീവി, പക്ഷി. തൊയറിൻ പക്ഷി. താറ പറന്നു. മത്താർ പറക്കുന്ന സ്ഥലം. തായിറാണ് പക്ഷി കേട്ടോ. തായിറും തൊയറും ഉണ്ടല്ലോ. തായിറിന്റെ പിന്നെ ബഹുവചനല്ലേ തൊയർ? ബഹുവചനമാണ് തൊയർ. നിങ്ങൾ പക്ഷികൾ എന്ന് പറഞ്ഞില്ലല്ലോ. തായർ ഖുർആനിലുണ്ട്. വലാ തായിറിൻ യതീറു ഫി ജനാഹി ഇല്ലാ മുഅ്മിൻ അംസാലുക്കും. സൂറത്തുൽ അൻആം. അൽ മസാഫത്തു ബൈനഹുമ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എത്ര പറയണം? 23 കിലോമീറ്റർ. 23 കിലോമീറ്റർ. കിലോമീറ്റർ. السابع هذا الدفتر طوله 27 സെന്റിമീറ്റർ. അപ്പൊ കിലോമീറ്റർ ഒരുമിച്ചാണ് എഴുതേണ്ടത്. സെന്റിമീറ്ററും ഒരുമിച്ചാണ് എഴുതേണ്ടത്. സെന്റി വേറെ, മീറ്റർ വേറെ. സെന്റിമീറ്റർ, കിലോമീറ്റർ. تأمل مايلي مبكرا عكسه متأخرا. مبكرا عكسه متأخرا. عكس എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. مبكرا early,
متأخرا late. Late. ذهب إلى المدرسة اليوم مبكرا. He went to the school. Today he went to the school earlier. Early. ورجعت ذهبت وانا I went. ورجعت إلى البيت متأخرا. വീട്ടിലേക്ക് رجعت إلى മടങ്ങി البيت വീട്ടിലേക്ക് മടങ്ങി متأخرا late. വെളി late. ലേറ്റ് ആണ് ബക്കിറാനാണ് مبكرا early. متأخرا late. تأخر വൈകി. ബുക്കറത്ത് രാവിലെ. ബുക്കറത്ത് രാവിലെ. അപ്പം മുബക്കിറൻ രാവിലെ ആയിക്കൊണ്ട്. الثاني ذهبت ليلى إلى الجامعة متأخرة. അപ്പൊ ലൈല ആയതുകൊണ്ട് എന്ത് ചെയ്തു മുതഅഖിറതൻ എന്ന് പറഞ്ഞു. മുതഅഖിറതൻ വൈകിയവളായ നിലയിൽ തന്നെയാണ്. അവിടെ ഈ രണ്ടും എന്താണ് ഹാലാണ്. മുബക്കിറനും മുതഅഖിറനും ഹാലാണ്, അവസ്ഥയാണ്. അതുകൊണ്ടാണ് അവിടെ നസ്ബ് വന്നത്. ذهبت الطبيبة اليوم إلى المستشفى مبكرة. طبيبة ആയതുകൊണ്ട് മുബക്കിറതൻ. ശ്രദ്ധിക്കണം സെൻസ് പറയുമ്പോ എല്ലായ്പ്പോഴും ഇങ്ങനെ വരും, നെസ്ബായിട്ടേ വരുള്ളൂ. ഹാല് പറയുമ്പോ നസ്ബായിട്ട് നസ്ബ് ചെയ്യപ്പെട്ടതായിട്ട് വരുള്ളൂ. ഒന്നുകിൽ വാവുൽ ഹാല് വേണം, അല്ലെങ്കിൽ വാവുൽ ഹാലില്ലെങ്കിൽ നസ്ബ് ചെയ്തിട്ടായിരിക്കും ഹാല് വരിക. അതായത് ഹാല് വരുന്നതിന്റെ ഘടനകളിൽ ഒന്നാണ് എന്ത് ഇങ്ങനെ തന്നെ നസ്ബ് ചെയ്യപ്പെട്ട് വരിക എന്നത്. നസ്ബ് ചെയ്യപ്പെട്ട് വരിക ചിലപ്പോൾ ഫേല് മുളാരി ആയിട്ട് വരും, ചിലപ്പോൾ നസ്ബ് ചെയ്യപ്പെട്ട് വരും, ചിലപ്പോൾ വാവൽ ഹാലോട് കൂടി വരും. എല്ലാത്തിനും ഉദാഹരണം ഖുർആൻ വായിച്ചേ കിട്ടും. നിങ്ങൾ ഫൈനൽ കഴിഞ്ഞില്ലേ? അത് ഇപ്പോഴും ഫൈനലാണോ? ഫൈനൽ കഴിഞ്ഞവർക്ക് ഖുർആൻ അങ്ങനെ വായിച്ചു നോക്കണം. പിന്നെ ഗ്രാമർ അനുസരിച്ച് വായിച്ചു, ഒരു വർഷം ഗ്രാമർ അനുസരിച്ച് വായിക്കുക. അടുത്ത വർഷം അതിന്റെ തിയറി അതിന്റെ ഡെപ്തിലേക്ക് പോവുക. ഓരോ പ്രാവശ്യവും അതിന്റെ അടുത്ത തലത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലണമെങ്കിൽ ആദ്യം നമ്മൾ ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്യുക. അസാനി ദഹബത്തിലേക്ക് കഴിഞ്ഞു. സാലിസ് ദഹബത്തി അത് കഴിഞ്ഞു. അത്താശ തംദീനു താശ കവ്യൻ ജുമലൻ. കവ്യൻ എവിടെ നിന്ന് വന്നതാണ്? കാന. കാന ആയിരുന്നു. കവ്വിൻ ആക്കൂ, ഉണ്ടാക്കൂ. ജുമലൻ. ജുമലൻ എവിടെ നിന്ന് വന്നു? സെന്റൻസ്. ജുംലത്തിന്റെ ബഹുജനമാണ് ജുമൽ. ജുംലത്തുൻ ജുമൽ. മുസ്തഅമിലൻ. മുസ്തഅമിൽ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് അറിയാം. മുസ്തഅമൽ എന്ന് പറയും. മുസ്തഅമല ഉപയോഗിച്ചു. മുസ്തഅമൽ ഉപയോഗിക്കപ്പെട്ടത്. മുസ്തഅമിൽ ഉപയോഗിക്കുന്നത്. അപ്പോ ഉപയോഗിച്ചുകൊണ്ട് കവ്വിൻ ജുമലൻ മുസ്തഅമിലൻ അൽ കലിമാത്തിൽ ആതിയ. പുതിയ സെൻറ്റൻസ് ഉണ്ടാക്കണം. എന്ത് ചെയ്യണം? ദാഇമൻ അഹ്യാനൻ മുതഅഖിറൻ മറത്തൻ ഉഖ്റ. ചില ആൾക്കാരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ ഇതെല്ലാം. ദാഇമൻ. ദാഇമൻ എന്താ അർത്ഥം? ഓൾവേസ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് അഹ്യാനൻ. മുതഅഖിറൻ അഹിയാനൻ അല്ലേ? അഹ്യാനൻ. അഹ്യാനൻ എന്താ അർത്ഥം? Sometimes. Sometimes. മുതഅഖിറൻ നേരത്തെ പറഞ്ഞു. മറത്തൻ ഉഖ്റ അനദർ ടൈമോ നെക്സ്റ്റ് ടൈം another time. അല്ല മറ്റൊരു സമയം. സെക്കൻഡ്. ദാഇം ഉപയോഗിച്ചൊരു സെന്റൻസ് പറയും. يقرأ القرآن بعد الفجر دائما. من يقرأ؟ أين الفاعل؟ ذهبت. يقرأ حامد القرآن. നമ്മൾ പുതിയൊരു സെന്റൻസ് പറയുമ്പോൾ ഒരു സെന്റൻസ് ആണെങ്കിൽ അതിൽ മറഞ്ഞ സർവനാമം മാത്രം ഉപയോഗിക്കാൻ പാടില്ല. ഒരു സെന്റൻസ് ആയിട്ട് നമ്മൾ പറയുമ്പോഴേ അപ്പൊ അതിലെന്ത് വേണം? ഫാഇൽ വേണം. നിങ്ങൾ പറഞ്ഞപ്പോൾ യഖ്റഉ മാത്രം പറഞ്ഞപ്പോൾ
അതിലെന്താണ് മറഞ്ഞ സർവനാമം മാത്രമേ ഉള്ളൂ. ഉം. അപ്പൊ അവൻ വായിക്കും എന്ന് പറഞ്ഞാല് ശരിയായോ? ഇല്ല. അവൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറയണം. അപ്പൊ അതിന് ഫാല് ചേർത്ത് വിടണം. അതിന് യഖ്റഉ ഹാമിദുൻ അൽ ഖുർആന എന്ന് പറയാം. റഹബത്തു യഖ്റഉ ബഅദ സലാത്തുൽ ഫജ്രി ദാഇമൻ. അഹ്യാൻ ഉപയോഗിച്ച് പറയും. റഹബത്തു ഇലൽ ബായിക്കത്തു അഹിയാന. ദഹബത്തു എന്താ പറയാ, ഇലൽ മത്താരി അഹിയാനൻ. ദഹബത്തു എന്ന് പറഞ്ഞപ്പോ പോയി എന്നല്ലേ പറഞ്ഞത്. അഹ്യാനന്റെ കൂടെ പോയി എന്ന് ഉപയോഗിക്കാൻ പറ്റും. ചിലപ്പോഴൊക്കെ പോയി എന്ന് പറയാൻ പറ്റില്ല. ഇല്ല യദ്ഹബു അദ്ഹബു അല്ലെങ്കിൽ യദ്ഹബു പറഞ്ഞാൽ പിന്നെ ഫാല് വേറെ വേണം. അദ്ഹബു പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അദ്ഹബു അദ്ഹബു ഇലൽ മത്താരി അഹിയാനൻ. അഹ്യാൻ ചിലപ്പോഴൊക്കെ പോകും. പെട്ടെന്ന് കണ്ടതാ. അതെ, മത്താറിൽ പോകാനല്ലോ. അപ്പൊ നല്ലതാ. നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരാണെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുണ്ട്. ഗൾഫിലൊക്കെ പോയിട്ട് നമുക്ക് ഗിഫ്റ്റ് ആയി കൊണ്ടുവരും. ഓക്കെ, മുത്തഅഖിറൻ ഏളിമാണ്. എണീറ്റു എന്താ പറയാ? അസ്തയഖിളു ഉണർന്നു. ഹാമിദുൻ ദഹബ ഇലൽ മദ്രസതി മുതഅഖിറൻ. എപ്പോഴും അപ്പൊ എപ്പോഴെന്ന് പറയണം? അൽയൗം. ذهب حامد اليوم. ذهب حامد اليوم إلى المدرسة متأخرا. مرة أخرى another time سأقرأ الدرس بعد يومين مرة أخرى. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ പാഠം ഒന്നുകൂടെ വായിക്കും. അപ്പൊ ഈ പാഠം കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത പാഠത്തിലേക്കാണ് പോകേണ്ടത്. ഇതില് ക്രിയകളുടെ ക്രിയാധാതു കൂടി കൊടുത്തിട്ടുണ്ട്. അമില യഅമലു അമലുൻ കേട്ടോ. അമില യഅമലു നമ്മൾ പഠിച്ച രീതിയിലാണെങ്കിൽ അമലുൻ അമലൻ എന്ന് എഴുതിയിട്ട് അങ്ങനെയും പറയാം. പല ഡിക്ഷണറിയിലും അല്ല ഓൾമോസ്റ്റ് മിക്കവാറും ഡിക്ഷണറികളിൽ നെസ്ബ് ചെയ്തിട്ടായിരിക്കും ക്രിയാധാതു എഴുതിയിട്ടുണ്ടാവുക. അതിന് വ്യക്തമായിട്ട് നെസ്ബ് ചെയ്യാതെ എഴുതിയിട്ടുള്ള ഡിക്ഷണറിയും ഉണ്ട്. നമ്മൾ എന്തുകൊണ്ട് അവിടെ നെസ്ബ് ചെയ്തു എന്ന് ചോദ്യം വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് എടുക്കാൻ പഠിപ്പിക്കുമ്പോൾ പ്ലം ചെയ്തിട്ടാണ് പറയുന്നത്. അമില യഅമലു അമലുൻ. അമില യഅമലുന്റെ ക്രിയാധാതു എന്താണ്? അമലുൻ. അമലുൻ അതിന്റെ ബഹുജനമാണ് അഅമാലുൻ. ഇറക്കാവിന്റെ ക്രിയാധാതു വേം പറയും. കാണുന്നില്ലേ? ഫഅല യഫഅലിന്റെ ക്രിയാധാതു ഫിഅലൻ. ഫിഅലുൻ. റകിബ യർകബുന്റെ റുകൂബുൻ. റുകൂബുൻ വാഹനത്തിൽ കയറൽ. സജദ യസ്ജുദു സുജൂദ്. വാഹനത്തിൽ കയറുന്നതിനാണ് റുകൂബ് എന്ന് പറയുന്നത്. റകിബ യർകബു ഉപയോഗിക്കും. അല്ലെങ്കിൽ സഅദ യസ്അദ് ഉപയോഗിക്കും. കയറിയാണ് സഅദ. ചില പള്ളികളിലൊക്കെ ഒരാൾ വന്നിട്ട് വിളിച്ചു പറയും പറയും. കേട്ടില്ലേ? മെമ്പർ ഇപ്പൊ ഇമാം മെമ്പർ കയറും. അദ്ദേഹം പറയുന്ന വാക്കെന്താണ്? സഈദ കയറി. അതേപോലെ മസ്അദ് ലിഫ്റ്റ്. നമ്മള് നന്തഖിൽ ഇലാ അദ്ദർസിൽ ഹാദി അശർ. എത്രാമത്തെ പാഠം? 11.
പാഠം 11. പതിനൊന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കേണ്ടത്, നേരത്തെ നമ്മൾ പറഞ്ഞു യദ്ഹബു എന്ന് പറഞ്ഞു, അപൂർണക്രിയ പറഞ്ഞു. അപൂർണക്രിയയുടെ സിംഗുലർ ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഈ പാഠത്തിൽ എന്ത് ചെയ്യും? അതിന്റെ ബഹുവചനം ഉപയോഗിക്കും. അപ്പൊ നമ്മള് യദ്ഹബൂനെ പഠിച്ചിട്ടുണ്ട്. അതാണ്. അതേപോലെ അതൊന്ന്. രണ്ടാമത് നമ്മൾ യദ്ഹബു ഹാമിദുൻ മാത്രമേ പഠിച്ചുള്ളൂ. ഇനി എന്ത് പഠിക്കാൻ പോണു? ആമിന എന്ത് ചെയ്യും? ആമിന പറയുമ്പോ തദ്ഹബു ആമിനത്തു എന്ന് പറയാം. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചു ഹുവ യദ്ഹബു ഹിയ തദ്ഹബു. അപ്പോ ആമിനത്തു, തദ്ഹബു ആമിനത്തു, അത് ഈ പാഠത്തിലുണ്ട്. അതേപോലെ തന്നെ ആണുങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ യദ്ഹബൂന എന്ന് പറഞ്ഞു. പെണ്ണുങ്ങളെ കുറിച്ച് എന്ത് പറയും? ഹും യദ്ഹബൂന ഹുന്ന യദ്ഹബന. അതും ഈ പാഠത്തിലുണ്ട്. ഓക്കെ. അപ്പൊ പഴയ അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ പഴയ വീഡിയോ ഒക്കെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹുവ യദ്ഹബു ഹിയ തദ്ഹബു. എന്നിട്ട് പിന്നെ എന്ത് പറയും? അന്ത തദ്ഹബു ഹിയ തദ്ഹബു. കാരണം എന്താ? നമ്മൾ പറഞ്ഞു ആമിനത്തു തദ്ഹബു എന്ന് പറഞ്ഞു, തദ്ഹബു ആമിനത്തു എന്ന് പറഞ്ഞു. അപ്പൊ അന്ത പറഞ്ഞാലും തദ്ഹബു എന്നാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അദ്ഹബു. പക്ഷെ അതിന്റെ പുല്ലിംഗം വരുമ്പോ മാറ്റം വരുമല്ലോ. പുല്ലിംഗം വരുമ്പോൾ മാറ്റം വരും. അനത്തേക്ക് മാറ്റം വരും. അനത്തേക്ക് അല്ല, മറ്റേതിന് മാറ്റം വരും. പുല്ലിംഗം വരുമ്പോൾ എന്ത് മാറ്റം വരും? ഹുന്ന യദ്ഹബ്ന. ബഹുവചനം വരുമ്പോഴെന്ന് പറയും. അല്ല സോറി, എപ്പോഴും അങ്ങനെ പറയാ ഞാൻ. ബഹുവചനം വരുമ്പോഴും നമ്മൾ പറഞ്ഞു ഹും യദ്ഹബൂന ഹുന്ന യദ്ഹബന. ഹുവ യദ്ഹബു ഹിയ തദ്ഹബു. ഹും യദ്ഹബൂന ഹുന്ന യദ്ഹബന. അന എന്ത് പറയും? അന ദഹബിൻ, അല്ല സോറി, അന അദ്ഹബു. അദ്ഹബു. അന ദഹബിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പൊന്നാണെന്നാണ്. ദഹബ് എന്ന് പറഞ്ഞാൽ പൊന്ന്. ഖുർആനിൽ വായിച്ചില്ലേ പൊന്ന്? ഖുർആനിൽ പൊന്നിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദത. സ്വർണ്ണം വെള്ളി കൊണ്ട് ഖുർആൻ ഇങ്ങനെ വായിച്ചാൽ വളരെ ക്യൂരിയോസിറ്റിയുള്ള സംഭവമാണ്. ഖുർആൻ ഇങ്ങനെ ആശയം മനസ്സിലാക്കി വായിച്ചാൽ വളരെ ആകാംക്ഷയോടെ വായിക്കുന്ന ഓരോന്നോരോ ഇതിനെ കുറിച്ച് ദഹബ്, സ്വർണത്തെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ആകാംക്ഷ ഉണ്ടാവും. വായിച്ചു നോക്കാം. അതേപോലെ നമ്മൾ പറഞ്ഞു യദ്ഹബു അവൻ പോകും അല്ലെങ്കിൽ പോകുന്നു. അപ്പൊ പോകും എന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ പോകുന്നു എന്നല്ല, പോകും എന്നാണ് വരുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? അത് ഈ പാഠത്തിൽ വരും. അല്ലെങ്കിൽ സൗഫ ഉപയോഗിക്കും. അതാണ്. അപ്പൊ സായിക്ക് എന്ത് പറയും? ഹർഫുൽ ഇസ്തിഖ്ബാൽ. ഇസ്തിഖ്ബാൽ എന്താ? റിസപ്ഷൻ അല്ല കേട്ടോ ഇവിടെ. മുസ്തഖ്ബൽ ഭാവി. അപ്പൊ ഹർഫുൽ ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞാൽ ഭാവി കാലത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന അക്ഷരം. അതേപോലെ ഈ പാഠത്തിലുള്ളതാണ് നെഗറ്റീവ് പാർട്ടിക്കിൾ. നമ്മള് പൂർണ്ണക്രിയ പറഞ്ഞപ്പോൾ പറഞ്ഞു മാ അക്കൽതു ഷൈഅൻ, ഞാനൊന്നും തിന്നില്ല. മാ അക്കൽതു ഷൈഅൻ, മാ ഉപയോഗിച്ചിട്ടാണ്. മായാണ് നെഗറ്റീവ് പാർട്ടികളായിട്ട് മാവയിൽ ഉപയോഗിക്കുന്നത്. ഇതാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. നോർമൽ. എപ്പോഴും അങ്ങനത്തെ മാത്രമേ ഉണ്ടാവുള്ളൂ? മാലിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ മാ? ഞാൻ എന്താ പറഞ്ഞത്?
മാലിയില് ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ മായാണ് മാവിൽ ഉപയോഗിക്കുക. ഓക്കെ. അപ്പൊ അന്ന് പറഞ്ഞതിന്റെ അർത്ഥം അസാധാരണമായി അതല്ലാത്തതിന് മാ ഉപയോഗിക്കുന്നു എന്നാണ്. ഇപ്പം നമ്മൾ മാവിയില് പഠിക്കേണ്ടത് ഇതാണ്. മാവിയിലൂടെ മാ ഉപയോഗിച്ചാണ് പഠിക്കേണ്ടത്. എപ്പോഴാണ് മാവി അല്ലാത്തതിലൂടെ മാ ഉപയോഗിക്കുന്നത് നമ്മൾ പിന്നെ പഠിക്കും. അത് അർത്ഥം മാറുമായിരിക്കും, വാട്ടുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അർത്ഥം കാര്യമായിട്ട് മാറുന്നില്ല, നമ്മൾ പിന്നീട് പറയും അത് എന്തുകൊണ്ട് ഈ പാരമ്പര്യത്തിൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ സാധാരണഗതിയിൽ അപൂർണ ക്രിയയ്ക്ക് ലായാണ് ഉപയോഗിക്കുന്നത്. അപ്പോ മാ അക്കൽത്തു എന്ന് പറയുമ്പോൾ ഞാൻ തിന്നില്ല. മാ അഷ്റബു ഞാൻ കുടിക്കുകയില്ല. മാ അഫ്ഹമു എനിക്ക് മനസ്സിലാകുന്നില്ല. അതേപോലെ ഈ പാഠത്തിൽ മസ്ദർ കൂടി പഠിക്കണം നമുക്ക്. മസ്ദർ എന്താ? മസ്ദർ എന്ന് പറഞ്ഞാല് ക്രിയാധാതു, ഇൻഫിനിറ്റീവ് വേർഡ് ഓർ റൂട്ട് വേർഡ്. യഥാർത്ഥത്തിൽ മസ്ദർ എന്ന് പറഞ്ഞാൽ സദർ എന്താ? ഹൃദയം. സദർ ഹൃദയം. മസ്ദർ എന്ന് പറഞ്ഞാൽ ആവിർഭാവ സ്ഥാനം. മസ്ദർ ഇരിക്കുന്ന ആവിർഭാവ സ്ഥാനം. പദം ആവിർഭവിച്ചത് എവിടെ നിന്നാണ് എന്ന് പറയുന്ന പദമാണ് മസ്ദർ. അതുകൊണ്ടാണ് നമ്മൾ റൂട്ട് വേർഡ് എന്ന് അതിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. റൂട്ട് വേർഡ് അത് നമ്മൾ പഠിക്കും. അപ്പോ ദഖല ദുഖൂലുൻ, ഖറജ ഖുറൂജുൻ, സജദ സുജൂദുൻ, റകഅ റുകൂഉൻ, ജലസ ജുലൂസുൻ. ഇതിൽ ക്രിയാധാതുക്കൾക്ക് പാറ്റേൺ ഉണ്ട്. ക്രിയാധാതുക്കൾക്ക് എന്തുണ്ട്? പാറ്റേൺ ഉണ്ട്. പക്ഷേ നമ്മൾ ഫാലിന്റെ ക്രിയാധാതു ഏത് പാറ്റേണിൽ വരും എന്ന് നമുക്കറിയില്ല. അതേപോലെ സമയ യസ്മാഉന ഏത് പാറ്റേണിൽ വരും എന്ന് പറയാൻ പറ്റില്ല. അതേസമയം ക്രിയാധാതുക്കൾക്ക് പാറ്റേൺ, നമ്മൾ ബഹുവചനങ്ങൾക്ക് പാറ്റേൺ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഏത് ഏകവചനത്തിന്റെ പാറ്റേൺ എങ്ങനെ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം ബഹുവചനങ്ങൾക്ക് പാറ്റേൺ ഉണ്ട്. കുറെ നാൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പറയും ഇങ്ങനെ ഒരു പാറ്റേൺ ഇല്ലല്ലോ. ബഹുവചനം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാറ്റേൺ ഇല്ലല്ലോ എന്ന് പറയാൻ മാത്രം നമുക്ക് അറിവുണ്ടാകും. അതേപോലെ ക്രിയാധാതുക്കൾക്ക് പാറ്റേൺ ഉണ്ട്. ഇങ്ങനെ ഒരു ക്രിയാധാതു ഇല്ലല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റും കുറെ ആൾ പഠിച്ചു കഴിയുമ്പോൾ. അതിനാണ് ഇവിടെ ദുഖൂലുൻ പോലെയുള്ള ക്രിയാധാതുക്കളാണ് ഈ പാഠത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അതേപോലെ വേറെ ചില കാര്യങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതിലൊന്നാണ് അഹുൻ എന്നത് അഹുൻ എന്ന് പറയുമ്പോൾ അഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഹി എന്ന് പറഞ്ഞാൽ മൈ ബ്രദർ. മൈ ബ്രദർ എന്ന് പറഞ്ഞപ്പോൾ ഡെഫിനിറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണോ? ഡെഫിനിറ്റ് ആണ്. അപ്പോ മൈരിഫയാണത്. അതേസമയം അഹുൻ ലീ എന്ന് പറഞ്ഞാലോ? എനിക്ക് ഒരു ബ്രദർ ഉണ്ട്. അപ്പൊ അല്ല. അഹുൻ ലീ എന്ന് പറഞ്ഞാൽ എനിക്കുള്ളതായ ഒരു സഹോദരൻ. അഹുൻ ലീ എന്ന് പറഞ്ഞാൽ എനിക്കുള്ളതായ ഒരു സഹോദരൻ. അപ്പൊ എന്താണത്? ഡെഫിനിറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണോ? ഇൻഡെഫിനിറ്റ് ആണ്. വ്യക്തമായി പറഞ്ഞില്ല. എനിക്കുള്ളതായ ഒരു സഹോദരൻ. എനിക്ക് ഒരുപാട് സഹോദരന്മാരുണ്ട്, എനിക്ക് പല സഹോദരന്മാരുണ്ട്, അതിൽ ഒരാള് എന്നേ പറഞ്ഞു. അത് ഇൻഡെഫിനിറ്റ് ആണ്. അതേസമയം സർവനാമങ്ങളോട് ചേർത്താൽ അത് ഡെഫിനിറ്റ് ആവും. അപ്പൊ അതേപോലെ അഹി എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ആണ്. അങ്ങനെ ചില സംഗതികളാണ് ഈ പാഠത്തിലുള്ളത്. നമ്മൾ കുറച്ച് വായിച്ചിട്ട് നോക്കാം. അല്ലവൽ ഫിൽ ഹാഫിലത്തി. എവിടെയാണ് അൽ ഹാഫിലത്ത്? എന്താണ്? ഹാഫിലത്തു ബസ്. ബസ്. അല്ലവൽ ഒന്നാമത്തൻ. അല്ലവൽ ഒന്നാമത്തെ ആൾ. അസ്സലാമു അലൈക്കും. അസ്സാനി വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇങ്ങോട്ട് ആരെങ്കിലും അഭിവാദ്യം ചെയ്താൽ തിരിച്ചങ്ങോട്ട് എന്ത് ചെയ്യണം?
അഭിവാദ്യം അഭിവാദ്യം ചെയ്യണം. കൂടുതൽ ആ കൂടുതൽ അഭിവാദ്യം ചെയ്യണം. കൂടുതൽ മനോഹരമായി നന്നായി പ്രത്യഭിവാദ്യം ചെയ്യണം. അല്ലവൽ മസ്മുക യാ അഖി, what's your name, my brother? What's your name? الثاني اسمي عبد الله وما اسمك؟ اسمي عبد الله وما اسمك. എന്റെ പേര് അബ്ദുള്ള എന്നാണ്. وما اسمك? What is your name? My name is Abdullah and yours? الأول اسمي فيصل. എന്റെ പേര് ഫൈസൽ എന്നാണ്. എന്റെ പേര് ഫൈസൽ എന്നാണ് അവിടെ സെന്റൻസ് വരുന്നത്. അപ്പൊ ആലിബൻ അൻത യാ അബ്ദുള്ള. അപ്പൊ ആലിബൻ അൻത യാ അബ്ദുള്ള. യാ വന്നാൽ എന്ത് ചെയ്യണം? ഫത കൊടുക്കണം ആദ്യത്തെ നാമത്തിന്. ഇളാഫത്ത് ചെയ്യപ്പെട്ടതാണെങ്കിൽ ഇവിടെ അള്ളയിലേക്ക് ഇളാഫത്ത് ചെയ്തതാണ് അബ്ദ്. അതുകൊണ്ട് യാ അബ്ദുള്ള എന്നാണ് പറയുന്നത്. അപ്പോ ഖാല അബ്ദുള്ള നഅം, അതെ ഫൈസൽ. ഐന തദ്റുസു യാ അഖി? ഐന തദ്റുസു. അപ്പൊ തദ്റുസു എന്ന് വന്നാൽ അതിന് മാളി എന്തായിരിക്കും? നമ്മള് മാളിയും മുതാരിയും പഠിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ മുതാരിയായ വാക്കുട്ടിയുടെ ഉടനെ നമ്മൾ ചെയ്യണം, ടേബിൾ ഉണ്ടാക്കി അതിലെഴുതിയിരിക്കണം. അപ്പൊ നമുക്ക് നാല് ഭാഗമുണ്ട് അല്ലെ? മാളി മുതാരി അല്ല, ഒരു ഷെയലിന് എന്ത് ചെയ്യുന്നുണ്ട്? 4 ഗ്രൂപ്പായിട്ട് തിരിച്ചു. നമ്മൾ ഇവിടെ പറഞ്ഞ 4 ഗ്രൂപ്പ്. അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ ഗ്രൂപ്പ്, ആ രീതിയിൽ എന്ത് ചെയ്യണം? ഓരോ പേജ് ഓരോ ഗ്രൂപ്പിന് ഡെഡിക്കേറ്റ് ചെയ്യണം. എന്നിട്ട് പുതുതായിട്ട് പഠിക്കുന്ന ക്രിയയെല്ലാം ആ ഗ്രൂപ്പിൽ ആ പേജിൽ എഴുതി വെക്കണം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തന്നിരിക്കുന്ന പോലെ ടൈറ്റിൽ കൊടുക്കാം, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ടൈറ്റിൽ കൊടുക്കാം. അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിക്കുന്നത് പോലെ ടൈറ്റിൽ കൊടുത്താൽ നിങ്ങൾക്ക് എപ്പോഴും അത് തന്നെ ഫോളോ ചെയ്യാം. അപ്പൊ അങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യണം? പറഞ്ഞാൽ അതിലെഴുതി എടുത്തത്. അപ്പൊ തദറുസു എന്നത് ഒരു പാറ്റേണിൽ പെട്ടതാണ്. അപ്പൊ അതെവിടെയാണുള്ളത്? അതിന്റെ കൂടെ കൊണ്ടുവരുമ്പോൾ അവിടെ നിങ്ങൾക്ക് അതിന്റെ മാലി കൂടെ എഴുതി ചേർക്കണം. കാരണം നേരത്തെ പറഞ്ഞു മാലയും മുതാരികളും ഒരുമിച്ചാണ് പറയേണ്ടത്. ഫൈസൽ അതിന്റെ തദ്റുസു യാ അഖി അബ്ദുള്ള അല്ലെ അബ്ദുള്ള അദുറുസു ബിജാമിഅത്തി റിയാദ്. ഞാൻ എവിടെ പഠിക്കുന്നത്? റിയാദിലുള്ള മദ്രസ. ജാമിയത്ത് എന്ന് പറഞ്ഞാൽ മദ്രസയാണോ? സോറി, ജാമിയത്തില്. ജാമിയത്ത് റിയാദ്. ഞാൻ റിയാദ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ജാമിയത്ത് റിയാദ്. ജാമിയത്ത് കൈരള. ജാമിയത്ത് കേരള എന്താ? കേരള യൂണിവേഴ്സിറ്റി. ജാമിയത്ത് കാലിക്കൂത്ത്. ജാമിയത്ത് ഖാഹിറ. ജാമിയത്ത് കണ്ണൂർ. ജാമിയത്ത് കണ്ണൂർ. ഫി അയ്യി കുല്ലിയത്തിൻ തദ്റുസു. അപ്പൊ ജാമിയത്ത് യൂണിവേഴ്സിറ്റി. ഫി അയ്യി കുല്ലിയത്തിൻ തദ്റുസു. ജാമിയ നമുക്കറിയാമല്ലോ, ജാമിയ മില്ലിയ വളരെ പ്രസിദ്ധമല്ലേ? മറന്നുപോലെ. ജാമിയ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി എന്നാണ്. ഫി അയ്യി കുല്ലിയത്തിൻ തദ്റുസു. കുല്ലിയത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കോളേജ് അല്ലെങ്കിൽ ഫാക്കൽറ്റി. ജാമിയ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് ആണ് കുല്ലിയത്തെങ്കിൽ കുല്ലിയത്ത് നമ്മൾ പറഞ്ഞാൽ ഫാക്കൽറ്റിയാണ്. ജാമിയയുടെ പുറത്താണ്, ജാമിയയുടെ ക്യാമ്പസിന് പുറത്താണ് കുല്ലിയത്തുള്ളതെങ്കിൽ അതെന്ത് പറയും? കോളേജ്. നമ്മുടെ നാട്ടില് അതാണ് വ്യാപകം. യൂണിവേഴ്സിറ്റി ഈ ക്യാമ്പസ്, കേരള യൂണിവേഴ്സിറ്റിയിൽ ക്യാമ്പസ് ഉണ്ട്, കേരള യൂണിവേഴ്സിറ്റിക്ക് ക്യാമ്പസ് ഉണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. കേരള യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉണ്ട്. യൂണിവേഴ്സിറ്റി ഓഫീസ് അല്ലാതെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉണ്ടോ? അവിടെ കോളേജ് അവിടെ ഫാക്കൽറ്റീസ് ഉണ്ടോ? വേറെ ഫാക്കൽറ്റീസ് ഉണ്ടോ? വ്യത്യസ്ത ഫാക്കൽറ്റീസ് അവിടെ പഠിപ്പിക്കുന്നുണ്ടോ? പഠനം നടക്കുന്ന സ്ഥലമുണ്ടോ? ഉണ്ടെന്നാണ് അറിവ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വലിയതാണ്. കനിപ്പാലം അവിടെ ഒരു ബോർഡ് ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. വലിയതാണ് സ്ഥലം. വലിയ ക്യാമ്പസ് ആണ്. അപ്പൊ കേരള യൂണിവേഴ്സിറ്റി പോലെ തന്നെ ഉണ്ടാവും.
അപ്പൊ അങ്ങനെ വരുമ്പോ അതിനകത്തുള്ളത് പ്രത്യേകം ഫാക്കൽറ്റി എന്നാണ് പറയുക. അതിനകത്ത് പിന്നെ കുല്യത്ത് എന്ന് പറയാൻ പറ്റില്ല, കോളേജ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ കുല്യത്ത് രണ്ടർത്ഥത്തിലും വരും. അബ്ദുള്ള അദ്റുസു ഫി കുല്ലിയത്തിൽ ഹന്തസത്തി, അദ്റുസു ഫി കുല്ലിയത്തിൽ ഹന്തസത്തി, ഞാൻ ഏത് ഇതിലാണ് പഠിക്കുന്നത്? എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ്. എഞ്ചിനീയറിംഗ്, ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിംഗിലാണ് ഞാൻ പഠിക്കുന്നത്. ഐ ആം സ്റ്റഡിങ് ഇൻ ദ ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിംഗ്. في أي سنة تدرس؟ ഫി ഐ സനത്തിൻ تدرس ഏത് ഇയറിലാണ്? തദ്റുസു, ഏത് ഇയറിലാണ് നീ പഠിക്കുന്നത്? നീ പഠിക്കുന്നത് ഏത് ഇയറിലാണ്? വിച്ച് ഇയർ യു ആർ സ്റ്റഡിങ്? أدرس في السنة أدرس في السنة الثانية من the second year. الثانية، السنة الثانية. فيصل أتعرف المهندس سلمان؟ أتعرف المهندس سلمان؟ സൽമാൻ എന്ന എഞ്ചിനീയർ സൽമാൻ എന്ന എഞ്ചിനീയറിനെ നീ അറിയുമോ? ഇവിടെയാണ് ബദല് വരുന്നത് കേട്ടോ. താരിഫുൽ മുഹന്ദിസ. അപ്പൊ താരിഫു എന്ന് ചോദിച്ചതിന്റെ മഫ്ഊലും ബിയാണ് അൽ മുഹന്ദിസ്. നീ അറിയുമോ? ആരെ അറിയുമോ? അൽ മുഹന്ദിസ, എഞ്ചിനീയറിനെ അറിയുമോ നീ? ആ എഞ്ചിനീയറിന്റെ ബദലാണ് സൽമാൻ. അഥവാ സൽമാൻ എന്ന എഞ്ചിനീയറിനെ നീ അറിയുമോ എന്നാണ് മലയാളത്തിൽ പരിഭാഷ, കറക്റ്റ് പരിഭാഷ. അബ്ദുള്ള തബഅൻ, തബഅൻ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ്. നേരത്തെ വന്നിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഇല്ല തോന്നുന്നു. ഇല്ലേ? ഇല്ല തോന്നുന്നു. ഇവിടെ ന്യൂ വേഴ്സിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നിട്ടുള്ളത്. ഓഫ് കോഴ്സ് വേറെ എന്തെങ്കിലും പഠിക്കാൻ വേറെന്തോ ഉണ്ടോ? ഓഫ് കോഴ്സ് വരുന്നത് തബഅൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ലേ എന്ന അർത്ഥത്തിലാണ്. തബഅൻ. ഹുവ ഉസ്താദി, ഹി ഈസ് മൈ ഗുരു, എന്റെ ഗുരുവാണ് അദ്ദേഹം. അപ്പൊ ഓഫ് കോഴ്സ് വരില്ലല്ലോ അങ്ങനെ പറയുമ്പോ. എന്തുകൊണ്ട് പറയില്ല? ഞാൻ അറിയുന്നല്ലേ. താരിഫുൽ മുഹന്ദിസ, ഈ മുഹന്ദിസ് സൽമാൻ നീ അറിയുമോ? അപ്പൊ എന്ത് പറയണം? അറിയാമെങ്കിൽ ഞാനൊന്നല്ലേ പഠിച്ചുള്ളത്? ഞാനൊന്നും പറയാം, പക്ഷെ കുറച്ചുകൂടെ ഷുവറായിട്ട് പറയുന്നതിനാണ് തബഅൻ. ഹുവ ഉസ്താദി, അദ്ദേഹം എന്റെ ഗുരുവാണ്. ഹുവ അഹ്സനു മുദർരിസിൻ ഫിൽ കുല്ലിയത്തി, ഹുവ അഹ്സനു മുദർരിസിൻ ഫിൽ കുല്ലിയത്തി, അദ്ദേഹം എന്താണ്? കോളേജിലെ ഏറ്റവും നല്ല അധ്യാപകനാണ്. അവിടെ നിൽക്കട്ടെ. കോളേജിലെ ഏറ്റവും നല്ല അധ്യാപകനാണ് അദ്ദേഹം. ബാക്കി കൂടെ നമുക്ക് ഇതിന്റെ സമ്മറി പറഞ്ഞതുകൊണ്ട് ബാക്കി നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് വായിച്ചു നോക്കാം, മനസ്സിലാകും കുറെ കാര്യങ്ങൾ. ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി അടുത്ത ആഴ്ചയിൽ വായിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പാഠത്തിന്റെ അല്ല, ഇതിൽ പരമ്പരയുണ്ടല്ലോ. സെമസ്റ്റർ 1-ന്റെ ഇത് വരുന്ന പ്ലേ ലിസ്റ്റിൽ തന്നെ സെമസ്റ്റർ 1-ന്റെ പ്ലേ ലിസ്റ്റും ഭാഗങ്ങളും കിട്ടും യൂട്യൂബില്. അപ്പൊ സെമസ്റ്റർ 1-ല് 19 ഏതൊക്കെ പാഠങ്ങൾ പറഞ്ഞത്? കൗണ്ടിങ് ഉള്ളത് 19 20-മാണ്. 19 20 അതിന്റെ കൗണ്ടിങ് ഉണ്ട്. ഈ ടെക്സ്റ്റിലുണ്ട്, ഈ ടെക്സ്റ്റിലുണ്ട്. അത് വായിക്കാനല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഉസ്താദ് പറഞ്ഞത് എന്താണ് അതുപോലെ കേൾക്ക്. അല്ല, ഏതാണത് ഉസ്താദ് പറഞ്ഞ? അല്ല, ഇതിലെല്ലാതും പറഞ്ഞത് സെമസ്റ്റർ 1 19 20 ഉണ്ട്. അത് പാഠം 19 20 ഉണ്ട്. ഓക്കെ, അത് നോക്കിയിട്ട് 19 20 പഠിക്കുക. അപ്പൊ അതായത് നമ്മൾ തിരിച്ചു പോയിട്ട് റിവൈസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അഡ്വാൻസ് ആയിട്ടുള്ള പാഠത്തിൽ കിടക്കുന്നത് റിവൈസ് ചെയ്യുന്നതല്ല നല്ലത്. അവിടെ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും കൺഫ്യൂഷൻ വരും. തിരിച്ചു പോയിട്ട് നമ്മൾ എന്താണോ പഠിച്ചത് ആ പഠിച്ചത് റിവൈസ് ചെയ്യുമ്പോൾ അധ്യാപകൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മ വരും. അത് നമ്മൾ കേട്ടതാണ്, നേരത്തെ നമ്മൾ പഠിച്ചതാണ്. അതിനെ എന്ത് ചെയ്യണം? ട്രിഗർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരത്തെ പഠിച്ചതായും നമ്മൾ ഓർമ്മിക്കുക. പുതിയതായിട്ട് അത് പാഠത്തിൽ പറഞ്ഞിരിക്കുന്നതല്ല നമ്മൾ നോക്കി. ഓക്കെ, അപ്പോൾ ഖുർആൻ
പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അറബി ഭാഷ പഠിക്കുന്നു. ആ നിയ്യത്ത് ശരിയാണെങ്കിൽ നമുക്ക് ഈ ലോകത്തും പരലോകത്തും പ്രയോജനം കിട്ടും. ഈ ലോകത്ത് അറബി ഭാഷ ഉപയോഗപ്പെടുത്തുന്നതിന് നമുക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകും. അത് നമുക്ക് തന്നെ പല നേട്ടങ്ങൾ നമുക്കുണ്ടാകും. ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് യൂണിവേഴ്സിറ്റികളും പല സ്ഥലങ്ങളിലും ഇത് ചെയ്യുന്നുണ്ട്, അറബി പഠിപ്പിക്കുന്നുണ്ട്, അത് പ്രയോഗിക്കുന്നുണ്ട്. പുസ്തകങ്ങൾ ലഭിക്കും, പത്രങ്ങൾ വായിക്കാം. അങ്ങനെ ഈ ഏത് നാട്ടിൽ ചെന്നാലും അറബിയിൽ നമുക്ക് എന്ത് ചെയ്യാം? 10, 20, 30, 35 രാഷ്ട്രങ്ങളിൽ ചെന്നാലും അറബി കൈകാര്യം ചെയ്യാൻ നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് പല അവസരങ്ങളും ഉണ്ട്. പിന്നെ പരലോകത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും അതിന് തക്ക പ്രതിഫലം ലഭിക്കും. ഖുർആൻ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അത് അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് ഇതിന്റെ അഭിനിവേശം, താല്പര്യം അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കണം. വരും തലമുറയെ സ്കൂൾ തലം മുതൽ അറബി ഭാഷയിലേക്ക് എന്ത് ചെയ്യണം? ഇറക്കി വിടണം. നമ്മൾ ഒരുപാട് സ്കൂൾ തലത്തിൽ ഒരുപാട് ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എല്ലാം എന്താണ്? പൊതു ഖജനാവിലെ ഫണ്ടല്ലേ? പൊതു ഖജനാവിലെ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അറബി പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അധ്യാപകർ എന്ത് ചെയ്യും? ക്രിയേറ്റീവ് ആകും. പഠിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അധ്യാപകർ എന്തല്ല? ക്രിയേറ്റീവ് അല്ല, ലേസിയാണ്. പിന്നെ അവർക്ക് അറബി പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എൻഗേജ്മെന്റ് കൊടുക്കും. അപ്പോഴവര് എൻഗേജ്ഡ് ആകും, അവരുടെ ദൗത്യം മറക്കും. ഇതൊക്കെയാണ് ചെയ്യുന്നത്. അറബി പഠിപ്പിക്കാനുള്ള ഫാക്കൽറ്റീസിന്റെ ഒരുപാട് അധ്യാപകരുണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ഒരുപാട് അറബി കോളേജുകളുണ്ട്. ആ തരത്തിൽ അറബി ഭാഷയോടുള്ള ചൈതന്യം അല്ലെങ്കിൽ അതിനോടുള്ള അഭിനിവേശനം എന്നെന്ന് നിലനിർത്തുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇലൽ ലിഖാ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.